everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക ഏൺ ചെയ്യുക അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റി അനാലിസിസ് അടക്കം നിഫ്റ്റി യെസ്റ്റർഡേ നമ്മൾ ഇന്നലെ എന്ത് പറഞ്ഞായിരുന്നു, മെയിനായിട്ട് പറയാനുള്ളത് എനിക്കുണ്ടായിരുന്നു ഇന്നലെ ഗ്യാപ്പാണ്. തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ആണെങ്കിൽ അത് മസ്റ്റ്, ഈ ഒരു ഗ്യാപ്പ് അത് ഫിൽ ചെയ്യത്തില്ല, ചെയ്യാൻ പാടില്ല. നല്ല സപ്പോർട്ടാണ് നമ്മുടെ തേർഡ് വേവിൻ്റെ ഗ്യാപ്പ്. എപ്പോഴും തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് നമ്മൾ ശ്രദ്ധിക്കാം. തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് പവർഫുൾ സപ്പോർട്ടായിരിക്കും ജെന്വൻ തേർഡ് വേവ് ഗ്യാപ്പാണെങ്കിൽ. അത് ഇതിന് ഫിൽ ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. ഈ ഒരു 1 2 3 4 ഇതാണ് ഇൻറ്റേർണൽ മൂവ്സ് നമ്മൾ പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ മൂവ്സ് ആണ്. ഇപ്പോൾ ഇത് പോയേക്കണേ ഇവിടുന്ന് ഇത് 1, ഇത് 2, ഇത് സ്റ്റിൽ ഞാൻ 3 ആണ് കൗണ്ട് ചെയ്യണേ. സ്റ്റിൽ 3 ആണ്. സോ 3 ഇപ്പോൾ സ്റ്റില്ലാണ് 3, ദെൻ 4, ദെൻ 5th. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം, പിന്നെ കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ഫോൾ വരും. ആ ഡിഗ്രിയിൽ മാത്രം പവർ ഉള്ളൂ ഈ ഒരു ഫോൾ. ആ ഡിഗ്രി കഴിഞ്ഞിട്ട് താഴേക്ക് പ്രൈസ് വരുള്ളൂ. ആ ഡിഗ്രിയിൽ മാത്രം പവർ ഉള്ളൂ ഇത് ഫില്ല് ചെയ്യാൻ. ജെന്വൻ ആണെങ്കിൽ ഇൻ കേസ് ഫില്ല് ചെയ്തു, ദാറ്റ് മീൻസ് ഇത് ജെന്വൻ അല്ല. ആൻഡ് ദെൻ പ്രൈസിൽ എന്തോ കുഴപ്പമുണ്ട്. ദാറ്റ് മീൻസ് പ്രൈസ് ചിലപ്പോൾ പിന്നെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും. അല്ലെങ്കിൽ ബൗൺസ് വരുമ്പോഴത്തേക്ക് അത് ഇത്ര ജെന്വൻ ബൗൺസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹെൽത്തി ബൗൺസ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? സോ അത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. നമ്മുടെ യെസ്റ്റർഡേ നമ്മൾ ഇന്നലെ ഷെയർ ചെയ്ത ലെവൽസിലാണ് ഇത് പെർഫെക്റ്റ് സപ്പോർട്ട്. ഡേലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നാളെ ഇത് തന്നെയാണ് പറഞ്ഞത്. ഡെയിലി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് നമുക്ക് ഈസിലി അപ്സൈഡ് കിട്ടും. ഇന്ന് മോർണിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ടു ഹൈ ആയിരുന്നു, ബട്ട് സഡൻ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ പിൻബാർ ഫോം ചെയ്തു. ഇതാണ് എപ്പോഴും പറയാനുള്ളത്, പിൻബാർ ശ്രദ്ധിക്കുക. ഞാൻ മോർണിംഗ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്തു. ഞാൻ ഇവിടെ പിൻബാർ ഫോം ചെയ്ത് പ്രൈസ് ഇവിടെ എക്സാക്ട്ലി 5 മിനിറ്റ്സ് ടൈം ഫിലിമിൽ പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട്. 25,808 10 ലോ ആണ്. ആൻഡ് ഇനി ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രൈസ് ഡൗൺ സൈഡ് അല്ലെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകും. ഇന്ന് പ്രൈസ് എക്സാക്ട്ലി മുകളിലേക്ക് പോയി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഫൈൻഡ് ചെയ്യുന്ന ബോട്ടം മാക്സിമം ഞാൻ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ പ്ലേസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് തന്നെ ഞാൻ പറയൂ. ആസ് പെർ ഇല്ലിയറ്റ് വേവ് തിയറി പ്രൈസ് എപ്പോഴും ബോട്ടം ഔട്ട് ആവാനാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? പ്രൈസ് ഇവിടുന്ന് 1, പിന്നെ 2, പിന്നെയാണ് 3 സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, 3 തന്നെയാണ് ഇവിടെ വരെ പോയേക്കുന്നത്. പിന്നെ 4th ആൻഡ് ദെൻ 5th. ഇതാണ് ഇല്ലിയറ്റ് വേവ് തിയറി. ഇത് തന്നെ ഞാൻ പറയാറുണ്ട്. എൻ്റെ ചാനലല്ല, എവിടെയെങ്കിലും വേണമെങ്കിൽ പഠിച്ചോളൂ. ബട്ട് ഇത് മസ്റ്റായിട്ട് പഠിച്ചേക്കണം. ഓക്കെ, റീസൺ എന്താ, എനിക്ക് ജെന്വനായിട്ട് തോന്നി പ്രൈസ് ആക്ഷൻ എപ്പോഴും പറയും ഹയർ ആണ്. ബട്ട് എവിടെയാണ് പ്രൈസ് ആക്ഷൻ തീർന്നത്? അപ്പം ജെന്വൻലി നമുക്ക് അതല്ലേ അറിയേണ്ടത്, എവിടെയാണ് തീർന്നത്. അപ്പം നമുക്കിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് വേവ് തന്നെയാണ്. തേർഡ് വേവ് 4th എപ്പോൾ വരും? 4th ഫോൾ ഇതാണ്. എന്തിനെ 4th 1 or 2 ഫോൾ, ആൻഡ് 2, 3 and 4 ഫോൾ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം. അതാണ് ഇല്ലിയറ്റ് വേവ് തിയറിയുടെ റൂൾ. ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റിൽ പറയാൻ പറ്റും. റീസൺ ഇപ്പോൾ ഈ ഒരു ഫോൾ എത്ര പോയിൻറ്റ്സിനാണ്? 55 പോയിൻറ്റ്സ്, ഓൾമോസ്റ്റ് 50 or 55 പോയിൻറ്റ്സിനാണ്. ഓക്കെ, ഇത് തന്നെ ഇവിടെ കോപ്പി ചെയ്ത് വെക്കും. ഓക്കെ, ഇത് നോക്കിക്കേ എത്ര പോയിൻറ്റ്സ് ഫോൾ? 50 പോയിൻറ്റ്സ്, 51, 52 പോയിൻറ്റ്സിൻ്റെ ഫോളാണ്. സോ സിമിലറായില്ലേ? അതാണ് ഇല്ലിയറ്റ് വേവ് തിയറി. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എവിടെയെങ്കിലും നോക്കുവാണെങ്കിൽ ഇത്ര 50 പോയിൻറ്റ്സിൻ്റെ ഫോൾ എവിടെയും കാണും. വെറുതെ നോക്കിയാൽ മതി. ഇതൊക്കെ ശരിക്കും നമ്മൾ നോക്കേണ്ട ആവശ്യമേ, ഇത് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. എവിടെയെങ്കിലും ജസ്റ്റ് ചുമ്മാ ഒരു 20 പോയിൻറ്റ്സ് അത് റീട്രേസ്മെൻ്റ് ആണ്. ഇവിടെ 50 പോയിൻറ്റ്സിൻ്റെ ഫോൾ അക്യുറേറ്റ് വരത്തില്ല, ഓൾമോസ്റ്റ് വരും. പക്ഷെ അവിടെ സപ്പോർട്ടും സിങ്ക് ആവണം. ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 4th ആണെങ്കിൽ ഇതിന് കൺഫർമേഷൻ എങ്ങനെ കിട്ടും? സോ പ്രൈസ് ഇവിടെ നിന്ന് വരുന്ന റീട്രേസ്മെൻറ്റ് വരും താഴേക്ക്. റീട്രേസ്മെൻറ്റ് ഫ്രം ഹിയർ ഏതാ 0 നമ്മൾ വെക്കുന്നത് അവിടെ വരെ പ്രൈസ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ഇവിടെ 2 സപ്പോർട്ട് സിങ്ക് ആവുന്നുണ്ട്. ഒന്ന് 50 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് 23.60% സപ്പോർട്ട്. മനസ്സിലായോ? അതാണ് നമ്മൾ എപ്പോഴും പറയാനുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈസിലി നമുക്ക് മൂവ് കിട്ടും. ആൻഡ് ദെൻ പ്രൈസ് വീണ്ടും പോയി അതിൻ്റെ 5th ഇവിടെ 4th ഫോളായി, പിന്നെ ബോട്ടം ഔട്ട് എങ്ങനെയായി? പ്രൈസ് നേരെ 1ലേക്ക് പോയി, പിന്നെ 2, പിന്നെ 3 and 4 or 5 കംപ്ലീറ്റ് ചെയ്തു. 1 2 3 4 5 ഇവിടെയും ഇത് കംപ്ലീറ്റ് ചെയ്തു. 5 മൂവ്സ് കംപ്ലീറ്റായി. ഫുള്ള് എല്ലാം നമുക്ക് മൊത്തത്തിൽ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. മോസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് എന്താണ്, 1 2 3 മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ. 1 2 3 3യുടെ നോർമൽ ടാർഗറ്റ്
127% ആൻഡ് 161% ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു 3 എത്ര വരെ പോയെങ്ങനെ ഞാൻ ഇന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് ലൈവിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഞാൻ ആക്റ്റീവ് ആവാറുണ്ട് അവിടെ. സോ നോക്കിക്കോ, ഇതാണ് 200% ആണ് പോയെങ്ങനെ കണ്ട 200%. നോർമൽ നമ്മൾ പഠിച്ചെങ്ങനെ പിന്നെ നമ്മുടെ പോലത്തെ ആളുകളെല്ലാവരും എന്ത് ഈ 127% ഓൺ 161.80% മാക്സിമം അവിടുന്ന് പ്രൈസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ മാറും. വായ് റീസൺ എന്താ നമുക്ക് മുകളിലേക്ക് അറിയില്ല അവർ എത്ര പേരെ കൊണ്ടുപോകണേ. നമുക്ക് നമ്മുടെ ടാർഗറ്റ്സൊക്കെ ഇത്ര കിട്ടി ധാരാളമാണ്. നമ്മൾ ഇവിടുന്ന് എവിടെയെങ്കിലും എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് അതിൻ്റെ മുകളിൽ അവർ എത്ര വേണമെങ്കിൽ കൊണ്ടുപോട്ടെ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയാം പ്രൈസ് തിരിച്ച് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് വേവിടെ അത്ര ഓൾമോസ്റ്റ് ഫോൾ ഉണ്ടാവണം. അപ്പോൾ അത്ര തന്നെ ഫോൾ ഇവിടെ വന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പിടികിട്ടിയ ആ സോളോ ഈ സോൾ രണ്ടും സെയിമാണ്. ഇത്ര തന്നെ വരും. പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പ്ലേ ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് തന്നെ പ്ലേ ചെയ്യാവുള്ളൂ. ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്ന പണി കിട്ടും. നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഗട്ട്സ് ഉണ്ടാവണം. ദാറ്റ് മീൻസ് നെക്സ്റ്റ് നമ്മൾ പ്ലേ ചെയ്യേണ്ട, അല്ലെങ്കിൽ ചെറിയ റിസ്ക് വെച്ചിട്ട് വേണം ഫർദർ പ്ലേ ചെയ്യാൻ. ഞാൻ എപ്പോഴും 1 and 2 and 3 മാത്രമേ പ്ലേ ചെയ്യാറുള്ളൂ. 1, 2 എൻട്രി എടുക്കും, 3 അത്രേ ഉള്ളൂ. ബാക്കി 4, 5 നമ്മൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അവിടെ നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങുക. എന്താണ് എലിറ്റ് വ്യൂറി ആൻഡ് ആ ബേസിലാണ് നമുക്ക് പിന്നെ പ്രൈസ് ഇപ്പോൾ വരുന്നത് താഴേക്ക് പോകുന്നത്. എങ്ങനെയാണ് താഴേക്ക് വരേണ്ടത്? 5 കഴിഞ്ഞാൽ ABC മൂവിലേക്ക് താഴെ ഇന്നും പെർഫെക്റ്റ്ലി മൂവാണ് മാർക്കറ്റ് കാണിച്ചത്. ഇത് A and B and C ഫോളാണ്. ഇതാണ് മാർക്കറ്റ് ABC. ഇനി ഇവിടുന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ നിന്നാണോ ഇവിടെ നിന്നാണ് എടുക്കുന്നത്, സപ്പോർട്ട് എടുത്ത് പ്രൈസ് തിരിച്ച് കയറുമ്പോൾ ഇമ്പൾസീവ് മൂവ് ആയിട്ട് 1, 2, 3, 4, 5 ആയിട്ട് മുകളിലേക്ക് കയറുള്ളൂ പ്രൈസ്. ഓക്കെ, അതാണ് എലിറ്റ് വ്യൂറി. എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയെടുക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ ഹൈ ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, എല്ലാവരും പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിൽ ഞാൻ കാണിച്ച ഈ ഒരു ചാനലാണ്, എൻ്റെ ചാനലാണ് ലേൺ വിത്ത് ഫർമാൻ. നമ്മുടെ സ്വന്തം ചാനൽ. ഇതിനകത്ത് ഇത് പ്ലേലിസ്റ്റ് ഇവിടെ 4th ഓപ്ഷനാണ് താഴെ. പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ഇവിടെ ലേണിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട ലേണിംഗ് വീഡിയോസ് ഇവിടെ. ഈ ലേണിംഗ് വീഡിയോസ് മസ്റ്റായിട്ട് കാണണം. ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം എലിറ്റ് വ്യൂറി ബേസ്ഡ് ആണ്. ഇവിടെ ഇതൊക്കെ എല്ലാം ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ബട്ട് ഇവിടെ എലിറ്റ് വ്യൂറി ഇത് സ്റ്റാർട്ട് ആവുന്നത് ഇവിടെ നിന്നാണ്. ഇതൊക്കെ എല്ലാം ഓക്കെ. സോ ഈ 333 കറക്ഷൻ, ഡയഗണൽ, ലീഡിങ് ഡയഗണൽ, എൻഡിങ് ഡയഗണൽ, ഡെയിലി ഫോം ആവുന്ന പാറ്റേൺസ് ആണ്. ഇതൊക്കെ എല്ലാം മസ്റ്റായിട്ട് എല്ലാവരും പഠിച്ചിരിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആയിരുന്നു. ഒത്തിരി പേര് ആക്റ്റീവ് ആയിരുന്നു. എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഞാനും ആക്റ്റീവായി. ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 hours ഇവിടെ now 1 minute ടൈം ഫ്രെയിമിൽ ചാനൽ കണ്ടിന്യൂ ആണ്. നിഫ്റ്റി സ്പോട്ട് ഒക്കെ ഞാൻ കണ്ട തേർഡ് വേവ് ഫുൾ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് ആക്റ്റീവ് ആവുക. കണ്ട റെസിസ്റ്റൻസ് ഞാൻ 26,000 and 26,10 ഇവിടെ റെസിസ്റ്റൻസ് റൈറ്റ് സൈഡിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആണ് ഇന്നത്തെ പിൻ പോയിൻറ്റ് എന്തായിരുന്നു 26,010. സോ അങ്ങനെയൊക്കെ എനിക്ക് എന്താ തോന്നുന്നത് അത് ഞാൻ മാർക്കറ്റിൽ അവിടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ലൈവിൽ. സോ എല്ലാവരും കൂടി ആക്റ്റീവ് ആവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ABC സ്ട്രക്ചറാണ് ഒക്കെ ഞാൻ പ്രോപ്പർലി ഞാൻ പറയാനുണ്ട്. കണ്ട സോ എലിറ്റ് വ്യൂറി ബേസ്ഡ് ഓരോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. കോൾ ആൻഡ് പുട്ടിൻ്റെ ഒരു ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ ഇവിടുന്ന് എന്താ എടുക്കണത് ആ ഒരു പെർമിഷൻ എനിക്കില്ല. അത്രയ്ക്ക് ഞാനില്ല. സെബി രജിസ്റ്റേർഡ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് ലേണിംഗ് പർപ്പസിലാണ് എല്ലാം. സോ എല്ലാവർക്കും ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. വേഗം നിഫ്റ്റി അനാലിസിസ് അടക്കം നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ്. ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്, നമ്മുടെ തേർഡ് വേവ് തന്നെയാണ് സ്റ്റിൽ ഞാൻ കാണുന്നത്. ഓക്കെ, തേർഡ് വേവ് സ്റ്റിൽ ആണെങ്കിൽ ഇനി എന്താണ് ഒരു ഇത് വരുന്നത്, ഇതൊരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണ്. റൈറ്റ്, ഇത് ശ്രദ്ധിക്കുക. തേർഡ് വേവ് തന്നെയാണ് സ്റ്റിൽ. ഓക്കെ, തേർഡ് വേവ് തന്നെയാണ് സ്റ്റിൽ. സോ ഇതിങ്ങനെ തന്നെ നമ്മൾ കോപ്പി എടുത്തിട്ട് താഴെ വെക്കുവാണെങ്കിൽ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ താഴെ വെക്കുവാണെങ്കിൽ പ്രൈസ് ഇന്ന് എക്സാക്ട്ലി അവിടെ തന്നെയാണ് ക്ലോസിങ് എന്ന് കണ്ടോ. എക്സാക്ട്ലി ക്ലോസിങ് അവിടെ തന്നെയാണ്. ഇനി നാളെ ചാനൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടും. ചാനലിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. തേർഡ് വേവ് യൂഷ്വലി എങ്ങനെയാണല്ലോ ചാനലിൻ്റെ അകത്ത് തന്നെയാണ്. ഓക്കെ, ഓർ ഇല്ലെങ്കിൽ പിന്നെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് വരുന്നു. ഞാൻ എല്ലാ സിനാരിയോ ഷെയർ ചെയ്യണതാണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ അവർ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ABC സ്ട്രക്ചറിലാണല്ലോ ഫോൾ. സോ അങ്ങനെ നമ്മളൊരു സപ്പോർട്ട് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ സോ അതും ഇവിടെ തന്നെ 61.80%, 81 ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും വരുന്നുണ്ട്. സോ നാളെ നോക്കാനുള്ളത് അതാണ് പ്രൈസ് ഓപ്പണിംഗ് എവിടെയാണ് അത് നോക്കിയിട്ട് വേണം ഫർദർ നമുക്ക് പ്ലേ ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇത് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ,
ഇതാണ് പ്രൈസ് സപ്പോർട്ട്. ഇൻ കേസ് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഗ്യാപ്പ് വീണ്ടും സപ്പോർട്ട് തന്നെയാണ്. ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല, ശ്രദ്ധിക്കുക. ഗ്യാപ്പ് ഫിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്രശ്നമാണ്. പിന്നെ പ്രൈസിൽ എന്തോ ഒരു വീക്ക്നെസ് ആണ്. നാളെ വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ ന്യൂസസ് നാളെ നല്ലൊരു ഫ്ലോ ഉണ്ടാവും. ആ ബേസിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം നാളെ പ്ലേ ചെയ്യാൻ, റൈറ്റ്? ഇത് ഫില്ലായില്ലെങ്കിൽ അപ്സൈഡ് തന്നെ മാർക്കറ്റ് പോകേണ്ടതാണ്. ഇനി ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് അതാണ് നോക്കാനുള്ളത്. ഓക്കെ, ഇൻ കേസ് പ്രൈസ് സെക്കൻഡ് സിനോറിയോ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇൻ കേസ് പ്രൈസ് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ താഴേക്ക് ഈ ഏരിയയിൽ എവിടെയെങ്കിലും വരുന്നുണ്ട്, ഇവിടെ വരികയാണെങ്കിൽ, ഇൻ കേസ് ഈ ഏരിയയിൽ വരികയാണെങ്കിൽ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, അത് ഫോർത്ത് ആവാനുള്ള ചാൻസസ് ഉണ്ട്. റീസൺ സെക്കൻഡ് വേവിയുടെ ഫോൾ എത്ര ഉണ്ടായിരുന്നു? ഞാൻ ഉള്ള സെനാരിയോ എല്ലാം പറയാം. കാരണം വെച്ചാൽ നാളെ ഇച്ചിരി വോളറ്റൈൽ ഡേ ആണ്, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഓൾമോസ്റ്റ് 200 പോയിൻറ്റ്സിൻ്റെ ഫോൾ ആയിരുന്നു ഇത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ, ഇതും 200 പോയിൻറ്റ്സ് അവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. മനസ്സിലായോ? ദാറ്റ് മീൻസ് അത് പിന്നെ ഫോർത്ത് ആവാം. ഇൻ കേസ് പ്രൈസ് ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് സപ്പോർട്ട് ലൈൻ എടുക്കുന്നില്ല. ഓക്കെ, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അവിടെ സപ്പോർട്ട് എടുക്കുന്നില്ലെങ്കിൽ പ്രൈസ് അതിൻ്റെ ബിലോ പോയി താഴെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ തുടങ്ങിയാൽ എന്തായിരിക്കും? അത് പിന്നെ ഫോർത്ത് ആകും. ഓക്കെ, ഫോർത്ത് ആകാൻ ചാൻസസ് ഉണ്ടാകും. ആൻഡ് ഫോർത്തിൻ്റെ സപ്പോർട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ. ഫോർത്ത് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ഫാസ്റ്റ് ആണെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആകും. സോ ഫസ്റ്റ് സെഷൻ മേ ബി കോംപ്ലിക്കേറ്റഡ്, ഇച്ചിരി ടഫായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കേട്ടോ. അതെ, സപ്പോർട്ട് ഇവിടെയും വരുന്നുണ്ടല്ലോ, 23.60% കണ്ട. ഇതും ഒരു സപ്പോർട്ടാണ്, റൈറ്റ്? ആൻഡ് ബ്ലാക്ക് ട്രെൻഡ് ലൈനിലും സപ്പോർട്ടാണ്. മേ ബി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്താൽ അത്രയ്ക്ക് നല്ലതാണ്. ഈ പ്ലേ ചെയ്യാൻ ഈസി ആയിരിക്കും. അതാണ് എനിക്ക് പറയുന്നത്, പ്ലേ ചെയ്യാൻ ഈസി. ഇൻ കേസ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനത് സപ്പോർട്ട് മാർക്ക് ചെയ്തേക്കാം. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? മാർക്കറ്റ് കുറച്ച് ടഫാവാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സപ്പോർട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. കാരണം വെച്ചാൽ 38.20% അവിടെ വരുന്നുണ്ട്. സോ 3 സപ്പോർട്ടാണല്ലോ അടുപ്പിച്ചടുപ്പിച്ച്. കാരണം വെച്ചാൽ ഈ ഗ്യാപ്പും ഫിൽ ചെയ്യാനുള്ളത് 3 സപ്പോർട്ടാണ്. 3 സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അത് ഫോർത്തിൻ്റെ ഗ്യാപ്പ് ആവും കേട്ടോ, അത് ഫോർത്തിൻ്റെ ആവാം, പിന്നെ ഫോർത്തിൻ്റെ ഫോൾ ആവാം, അത് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് സെനാരിയോ. പിന്നെ ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി യെസ് ഓൺ ഗോയിങ് ആണ്. 1 2 3 തന്നെയാണ്. ഇനി ഇന്നത്തെ ഹൈ അതാണ് സപ്പോർട്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്കൗട്ട് എന്തായാലും തന്നു. പ്രൈസ് സ്റ്റിൽ ബുള്ളിഷാണ്, നോ ഡൗട്ട്. സോ ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ ഫർദർ സപ്പോർട്ട് ഈ ഒരു ഹൈ യെസ് എക്സാക്ട്ലി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബാക്കി സപ്പോർട്ട് ഇവിടെ ഇത് വരുന്ന ഫോൾ ഇല്ല, സ്റ്റിൽ തേർഡ് തന്നെയാണ്. തേർഡിൻ്റെ റൂൾ എന്താണ്? മിനിമം 161.80 എന്തായാലും കംപ്ലീറ്റ് ചെയ്തേക്കണം. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇമ്പൾസീവ് മൂവാണ്. ഓക്കെ, തേർഡ്. സോ ഇത് 81.20 സപ്പോർട്ട് എടുക്കുന്നു. 127%, 161.80% ഇത്ര വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു റെസിസ്റ്റൻസ് ആൻഡ് ഫോർദർ റെസിസ്റ്റൻസ് 161.8% ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഓക്കെ, സോ ഇവിടെ എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ പാറ്റേണിൻ്റെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതിങ്ങനെ എങ്ങനെയാണ് അത് നമുക്ക് നോക്കേണ്ടി വരും നാളെ. കാരണം വെച്ചാൽ പ്രൈസ് ലൈവ് മാർക്കറ്റിൽ പ്രൈസിൻ്റെ ഫോൾ വരുമ്പോഴത്തേക്ക് അപ്പോഴാണ് നമുക്ക് നോക്കാനുള്ളത് പ്രൈസ് ജെന്യുവൻലി ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന്, ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഇവിടുന്ന്. ഓക്കെ, എന്നിട്ടേ നമുക്കത് എക്സാക്ട്ലി അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പ്രോപ്പർലി. ഓക്കെ, സെൻസെക്സ് പോകാം. സെൻസെക്സിൻ്റെ ഒന്നും ഇല്ല, ഇന്നത്തെ ഹൈ ഇതാണ്, ഇത് റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്, നോ ചേഞ്ചസ്. സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ അത് തന്നെ ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് ഇതാണ് ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. ഓക്കെ, ടൈപ്പ് ഓഫ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ഓർ ചാനലാണോ എന്താണെന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഒക്കെ ഹൈ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നോ ഡൗട്ട്. പ്രൈസ് സ്റ്റിൽ അപ്പ ഇങ്ങനെ അപ്പ് സൈഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 1 2 3 ചെറിയ റീട്രേസ്മെൻറ്റ് ആൻഡ് വീണ്ടും ബുള്ളിഷ് തന്നെയാണ് പ്രൈസ് കാണിക്കുന്നത്.
യെസ് ഹൈ ഇത് തന്നെ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. ഹൈ തന്നെയാണ് ഇതിൻ്റെ ഈ ഗ്യാപ്പ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ വീക്ക്നെസ് ഉള്ളൂ, അല്ലെങ്കിൽ പ്രൈസ് സ്റ്റിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഇതിനകത്തൊന്നും പറയാനില്ല. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് സോ മച്ച്.